ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിതാ രാവിലെ തന്നെ ചായ കുടി കഴിഞ്ഞാണ് നേരെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്നും സ്ഥിരം ഇല്ല തന്നെയാണ്. എന്നും മുറ്റത്ത് ഇറങ്ങും, എൻ്റെ ചെടികളൊക്കെ നോക്കും, എന്നിട്ട് അവർക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് മീനുകൾക്ക് തീറ്റിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് കയറാറുള്ളത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മക്കളും ഉണ്ട്, ഇക്കുണ്ട്, എല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ ഇക്ക് പറഞ്ഞു നമുക്കെന്നാൽ ഫുള്ള് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിടുക എന്ന് പറഞ്ഞു. കാരണം നമ്മൾ എന്നും മുറ്റടിക്കുമ്പോൾ ഈ ഒരു ചട്ടിയൊന്നും മാറ്റി വെച്ചിട്ടൊന്നും അടിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും ചപ്പും ചവറുമാണ് അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. പിന്നെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ മീനുകൾക്ക് തീറ്റ കൊടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് വരാം. ഇതെന്താ രാവിലെ തന്നെ മീനുകൾക്ക് ജാമാണോ തിന്നാൻ കൊടുക്കണമെന്നൊന്നും കരുതരുത്. ഇത് ജാമിൻ്റെ ജാറിൽ ഒഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കുറച്ച് തീറ്റ ഇട്ട് വെച്ചതാണ്. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവെക്കും. അതവിടെ ഒരു മൂലയിൽ വെച്ചാൽ പിന്നെ രാവിലെ അത് തപ്പി നടക്കണ്ടല്ലോ. അപ്പോൾ അതാ നമ്മളവിടെ എത്തിയപ്പോൾ ഇങ്ങനെ മീനുകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അവർക്ക് തീറ്റ കൊടുക്കുന്ന സമയമായാലും അവർക്ക് അറിയും. ആ സമയത്ത് ഇവിടെ വന്ന് നിൽക്കും. നമ്മളെ കാൽപ്പെരുമാറ്റം കേട്ടിയാൽ മതി, അവിടെ എത്തും അവർ. അപ്പോൾ അവർക്ക് നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുളത്തിൽ നമ്മൾ പ്ലാറ്റി മീൻ മാത്രമാണ് ഉള്ളത്. പിന്നെ അതുപോലെ ഈ കുളത്തിൻ്റെ മുന്നേ കാണിച്ച സമയത്ത് ഈ ആമ്പൽ ഇതിൽ വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ ആമ്പൽ ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന കുളവായൊക്കെ ഇതാ ഈ ഒരു കുളത്തേക്കും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുളത്തിൽ നമുക്ക് ഗപ്പി മീനുകളാണുള്ളത്. അപ്പോൾ അവർക്കുള്ള തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ രാവിലത്തെ മെയിനായിട്ടുള്ള ജോലി ഇതാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ചെടികളൊക്കെ നനക്കാൻ നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം ഈ സമയത്താണ് ഞാൻ തീറ്റ കൊടുക്കാറുള്ളതെന്ന്. ആ സമയത്ത് അവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു. ഇനി നമുക്കിതാ അവിടെ ആ സൈഡിലെ ഭാഗത്തുള്ള ചെടികളൊക്കെ ഞാൻ നനച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് അവിടെ ഈ സെൻറ്റർ ഭാഗം ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ചട്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ നനച്ചിട്ടില്ല. ഇപ്പോൾ ചെടിയൊന്നും നനച്ചു കൊടുത്തിട്ടില്ല. കാരണം നനക്കുമ്പോൾ അവിടെ ആകെ നനഞ്ഞു കഴിഞ്ഞാൽ ആ ചപ്പൊക്കെ അവിടെ നിന്ന് പോരാൻ പ്രയാസമാവും. അതുകൊണ്ട് അത് നനക്കൊന്നും ചെയ്യാതെ ജസ്റ്റ് ആ ചെടിച്ചട്ടികൾ അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മോനും വന്നിട്ടുണ്ട്. അപ്പോൾ മോനോട് ഞാൻ പറയാമെന്ന് ചെറിയ ചട്ടികൾ എടുത്താൽ മതി, വലുതൊക്കെ ഞാൻ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നുള്ള ചട്ടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് ചപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടിച്ച് മാറ്റി കളയണം. പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ മണ്ണൊക്കെ ആയിട്ട് ചട്ടി വെച്ച പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി കളയണം. അതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിലുണ്ടല്ലോ ആ ഒരു ഇതും നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഇത്രയും ചെടികളാണ് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോളിയസ് പ്ലാന്റൊക്കെ ഒത്തിരി വലുതായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോഴും ആ ഒരു കവറിൽ തന്നെയാണ് ഇരിക്കുന്നത്, അവിടുന്ന് മാറ്റിയിട്ടില്ല. പിന്നെ ഇതാ ഈ ഒരു ഭാഗം കൂടി ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. ഇതിവിടെ നമ്മളെ റോസാ ചെടികളാണ്. റോസാ ചെടിയും പിന്നെ കടലാസ് ചെടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് ഒന്ന് അവിടുന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഓടി ഓടി ചെയ്യണ കാണുമ്പോൾ നല്ല സിമ്പിളാണല്ലേ പരിപാടി. പക്ഷേ ഈ ചട്ടികളൊക്കെ എടുത്ത് മാറ്റലും അത് അവിടെ ക്ലീൻ ചെയ്യലൊക്കെ ഒത്തിരി റിസ്ക്കിലെ പണിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. പിന്നെ അതാ നമ്മൾ ആ ഒരു കെട്ടിൻ്റെ അപ്പുറത്തുള്ള സൈഡിൽ ആ മെറ്റലൊക്കെ ഇട്ട് കൊടുത്ത് ഒത്തിരി ചപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുക്കുകയാണ്. മോളുണ്ട്, ഹെൽപ്പ് ചെയ്യണു. പിന്നെ ഞാനും ഇറങ്ങി. ഞാൻ എൻ്റെ അവിടെ ഫ്രണ്ടിലത്തെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ ഇതാ അവിടുത്തെ ചെടികളൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഈ ഭാഗം കാണിച്ചിട്ടുണ്ട്, ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുകൊണ്ടു. അപ്പോൾ ഇതാ അവിടെ നമ്മൾ ചപ്പൊക്കെ എടുത്തത് ഈ ഒരു ഇത്രയും ചപ്പോട് വരാൻ കാരണം നിങ്ങളിത് തീരെ അടിക്കായിട്ടാണ് കരുതും. അതല്ല, നമ്മൾ ദിവസം അടിച്ചു വരുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആ പേരമരം കൊഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഇപ്പോൾ ഇല പൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അത്രയും ചപ്പാട് വന്നിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ ഇനി ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇതാ ഫുള്ളും ചമ്മലൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ കുറച്ച് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർലോക്ക് അല്ല ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ടൈലിട്ടിരുന്നു. അന്ന് ഇവിടെ ഈ മുറ്റൊന്നും കട്ടിട്ടിട്ടുണ്ടായില്ല. ആ സമയത്ത് ചെയ്തതാണ്. നമ്മളൊരു വീടിൻ്റെ ചുറ്റുവശം കുറച്ച് ടൈലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ചെടികളൊക്കെ നനച്ച് കൊടുക്കുകയാണ്. കാരണം അത്രയും നേരം ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ചെടികൾ തിരിച്ച് വെച്ചതിന് ശേഷം നനക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ചെടികളൊക്കെ വാടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പണി എപ്പോഴാണ് നിർത്തുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും പെട്ടെന്ന് പോകേണ്ടി വന്നാൽ അതൊക്കെ നിർത്തി വെച്ചിട്ട് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏകദേശം 10 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിൽ എന്തായാലും നമ്മൾ പണി നിർത്തണം എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മോള് ഇവിടെയൊക്കെ ഒന്ന് ഉരച്ചിടുന്നുണ്ട്. നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാമെന്ന് എഴുതിയിട്ടാണ്. ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തിടുകയാണ്. അതിനുശേഷം ആ ചെടികളൊന്നും ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ റോസാ ചെടികളൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് കുറച്ച് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവെക്കണം എന്നൊക്കെ കരുതിയിട്ടുള്ളത്. കാരണം അതിന് ഒട്ടും ഇലയില്ലാതെ നിൽക്കുകയാണ്. ചെടി കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിന് മരുന്നൊക്കെ കൊടുത്ത് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്.
അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് പഴയതെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ച് വന്നത്. അപ്പോൾ ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗത്തായതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ നുള്ളിപ്പെറുക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാരണമൊന്നും അതൊക്കെ ഒന്ന് കൊടുക്കാൻ നമുക്ക് പറഞ്ഞത് ഈ പണിയൊക്കെ അവിടെ ഇട്ടുവെച്ചിട്ട് അതിന് പോയി. അതുകൊണ്ട് നമ്മൾ ആ ഒരു പണിയൊക്കെ അവിടെ കടന്നു. ഇനിയിപ്പോൾ ഈ ഒരു വെയിലത്ത് ഇവിടെ നിന്നാണ് പണിയെടുക്കൽ റിസ്ക്കാണ്. അപ്പോൾ ഞാൻ ഈ പണികളൊക്കെ നിർത്തി വെച്ചിട്ട് നേരെ അകത്തോട്ട് കയറി. ഇനി അവിടെ അടിച്ചലും തോത്തലും അങ്ങനത്തെ എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ഉണ്ട് ആ ചിക്കുവിൻ്റെ ചോട്ടിൽ. അവിടെ അവർ മക്കളും ഇക്കകളും ചേർന്നാണ് ചെയ്തോളാന്ന് പറഞ്ഞ്. 4 മണിക്ക് നമ്മളെ ചെടികളൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാം, പിന്നെ ബാക്കി കുറച്ച് പണിയും കൂടിയും തീർക്കാലോ ഒക്കെ തീർക്കാമെന്ന് എഴുതിയിട്ട് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ മഴയാണ്. ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ, പിന്നെ ഒരു ഇടിയും മിന്നലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്ന് ഇത് കാറ്റൊക്കെ കൊണ്ടിരുന്ന്, കാരണം ചൂടാണല്ലോ, നല്ല ചൂടായതുകൊണ്ട് പിന്നെ വേറെ ഒന്നിനും തിരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്ന് അപ്പോഴാണ് പഴുത്ത ചക്ക കിട്ടിയത്. അപ്പോൾ പഴുത്ത ചക്ക കിട്ടിയപ്പോൾ ഞങ്ങൾ അതിങ്ങനെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആദ്യത്തെ പഴുത്ത ചക്കയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വന്നോളൂ. അപ്പോൾ ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോനും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്ക് അത്ര വലിയൊരു ഇഷ്ടമല്ല ചക്ക. അപ്പോൾ ഏതായാലും മഴയൊക്കെ ഒന്ന് നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ മഴ അധികമൊന്നും പെയ്യാതെ തന്നെ അങ്ങനെ പോയിട്ടോ, അങ്ങനെ അമർന്ന് പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു വാണ്ടറിഞ്ചി ഉണ്ടല്ലോ, അത് എനിക്ക് ഒട്ടും ഇഷ്ടമാവണില്ല, കാരണം അത് അത്ര ഒരു ഭംഗിയിൽ വളരുന്നില്ല. അപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതൊന്ന് കഴിച്ചെടുത്തിട്ട് അവിടെ വേറൊരു ചെടി വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ മുന്നിൽ ഇങ്ങനെ കയ്യും കാലുമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അല്ല അതൊരു ഭംഗി തോന്നണില്ല. അപ്പോൾ അതിനെ നമ്മൾ അവിടുന്ന് കഴിച്ചെടുത്തു കേട്ടോ. ഇനി പകരം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെടി തന്നെ വെക്കാം. അപ്പോൾ ഇനി വിഷയമില്ലല്ലോ. അപ്പോൾ ഞാനത് അവിടെ കുറേ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ നല്ല തിക്കായി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഹാങ് ചെയ്ത സമയത്ത്, ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ പരിചയപ്പെടുത്തിയ സമയത്ത് ഈ ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചൊരു ചെടിയാണിത്. നല്ല പോലെ വളർന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇനി അവിടെ വെക്കണത് കേട്ടോ. ഇതിൽ പൂവുണ്ടായിരുന്നു, ഇപ്പോൾ പൂവൊക്കെ കഴിഞ്ഞതാണ്. അതാ അപ്പോൾ അവിടെ പൂവ് ഞാൻ ഇപ്പോൾ പറിച്ചെടുത്തത് അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിവിടെ തൂക്കിയിടാം. ഇപ്പോൾ രണ്ടും ഒരേപോലെ എപ്പീഷ്യൻ്റെ 2 കളറായി. ഇതിലൊരു റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുക. അതിൻ്റെ നേരെ അപ്പുറത്ത് വെച്ചിട്ടുള്ളതിൽ റെഡ് കളർ ഫ്ലവറും. അത് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കണതാണ്, എൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാണ്ട്, അതിൽ ഒത്തിരി ഇതുകളുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കോവണിയൊക്കെ എടുത്ത് ഇറങ്ങിയതല്ലേ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുക. അതിലും തന്നെ കുറേ വേസ്റ്റ് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട് മാത്രം ക്ലീൻ ചെയ്താൽ പോരല്ലേ, നമ്മളെ ചെടികളും ചെടിച്ചട്ടികളൊക്കെ ക്ലീൻ ആയിരിക്കട്ടെ. പിന്നെ ചെടിച്ചട്ടികളൊന്നും പെയിൻ്റ് അടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം അതൊക്കെ ഓൾറെഡി ഇങ്ങനെ ഫ്രഷ് ഇങ്ങനെ ഉണ്ടാക്കുക, അപ്പോൾ തന്നെ പെയിൻ്റ് അടിക്കുകയാണല്ലോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആദ്യം ഉണ്ടാക്കിയ ചെടിച്ചട്ടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഇപ്പോൾ 6 മാസത്തെ പഴക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി അതൊന്നും ആ ഒരു പണിയൊന്നും ഇല്ല നമുക്ക്. ഈ ഒരു കുറച്ച് ചെടികളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക, പിന്നെ അതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ തിരുമ്പി കുളിക്കണീനൊക്കെ മുന്നേ ആയിട്ടൊരു ചട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്, കാരണം അതെന്നും ചെയ്യണതാണ്. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു ചട്ടിയെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ എല്ലാതും പാടെ ഇങ്ങനെ കാണിക്കണം, അതൊക്കെ എൻ്റെ സ്ഥിരം ജോബായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു 10-200 ചട്ടിയെങ്കിലും ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ചട്ടിയിലൊക്കെ ചെടികളും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കണം കുറച്ചും കൂടെയൊക്കെ. അപ്പോൾ മഴ ഇങ്ങനെ ചാറി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചത്. അതുകൊണ്ട് ഞാൻ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം മഴയത്ത് ഇപ്പോൾ ക്യാമറ കൊണ്ടേ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചെടികളെ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കുറച്ച് ഞാൻ അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതുപോലെ പിന്നെ ഇവിടെ ഒരുപാട് വെയിലുമാണ്, അവിടെ ആ തെങ്ങുമെന്ന് പട്ട വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, വെക്കാൻ ഉദ്ദേശിച്ചുള്ള നമ്മളെ കോളിയസ് പ്ലാന്റ് ആണ്. അതിപ്പോൾ ഞാൻ റെഡി ആക്കിയിട്ടില്ല, അത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടേ ഞാൻ ഇങ്ങോട്ട് വെക്കുള്ളൂ. പിന്നെ അതാ ഈ മല്ലികൻ്റെ ഇതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേറെ ചെടികൾ വെക്കണം. അപ്പോൾ അതാ ഈ കോളിയസ് പ്ലാന്റ് തൽക്കാലത്തിന് ഞാൻ ഇവിടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം, ചെടി ചട്ടിയിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇവരിങ്ങനെ മുരടിച്ച് പോകും. അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഇനി അവരെ നല്ലപോലെ ഒന്നും കൂടി കെയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും അത് മാറ്റി പോട്ട് ചെയ്യുമ്പോഴും ഇതാക്കുമ്പോഴും ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.